صل وسلم دائما ابدا على حبيبك خير الخلق كلهم حبيباയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ജാലിസൻ ഫിൽ മസ്ജിദ് മദീന പള്ളിയിൽ ഹബീബായ തങ്ങൾ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഫദഖല അലൈഹി ശാബുൻ ഒരു ചെറുപ്പക്കാരനായ ഒരു സ്വഹാബി മദീനത്തെ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഹബീബായ തങ്ങളും സ്വഹാബത്തൊക്കെ മദീനത്തെ പള്ളിയിലാണ്. അപ്പോഴാണ് സ്വഹാബിയായ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് പള്ളിയിലേക്ക് കടന്നു വരും. കടന്നു വന്നപ്പോ അയാളെ കാണുമ്പോ ഹബീബായ തങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് റസൂൽ നയിച്ചു. ആ സ്വഹാബിയെ കണ്ടപ്പോ അയാളെ താദീബ് ചെയ്ത് ബഹുമാനിച്ച് ഹബീബായ തങ്ങൾ എണിച്ചു. എന്നിട്ടോ ഇപ്പോൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് സിദ്ദീഖ് തങ്ങൾക്ക് വലിയ സ്ഥാനം, സിദ്ദീഖ് തങ്ങൾക്ക് ഇരിക്കാനുള്ള പ്രത്യേകമായ ഒരു ഇരിപ്പിടം മദീനത്തെ പള്ളിയിലുണ്ടായി. പക്ഷെ ഈ സ്വഹാബി വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ അയാളെ ബഹുമാനിച്ച് എന്നിട്ട് സിദ്ദീഖ് തങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥാനത്തിനേക്കാളും വലിയ ഒരു സ്ഥാനം ആ ചെറുപ്പക്കാരനായ സ്വഹാബത്തിന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയാണ്. എന്നിട്ട് എന്നിട്ട് മറ്റുള്ള സ്വഹാബത്തിനൊക്കെയും ഈ വിഷയത്തിൽ ഒരു ചെറിയൊരു ആശങ്ക. കാരണം സിദ്ദീഖ് തങ്ങളെക്കാൾ വലിയ ഒരു ബഹുമാനം ഇയാൾക്ക് കൊടുത്തല്ലോ. അപ്പൊ മറ്റുള്ള ആളുകൾക്ക് ചെറിയ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ട് എന്നത് റസൂലുള്ളാഹി തങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വഹാബത്തിനോട് അങ്ങോട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, സിദ്ദീഖ് തങ്ങളെക്കാൾ വലിയ ഒരു പദവി ഈ സ്വഹാബത്തിന് ഞാൻ കൊടുത്തത് എന്തുകൊണ്ടാണ് സ്വഹാബത്തെ നിങ്ങൾക്ക് അറിയോ? വലിയ പദവിയാൾക്ക് ഞാൻ എന്തുകൊണ്ട് കൊടുത്തു എന്ന് നിങ്ങൾക്ക് അറിയോ? ഹബീബായ തങ്ങൾ തന്നെ മറുപടി പറഞ്ഞു, ഈ ചെറുപ്പക്കാരനേക്കാൾ കൂടുതലായി എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ ഈ ലോകത്തിലില്ല. ഈ ചെറുപ്പക്കാരനേക്കാൾ കൂടുതലായി എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ ഈ ലോകത്തിലില്ല. ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ടാണ് ഇയാൾക്ക് ഞാൻ വലിയ സ്ഥാനം കൊടുത്തത്, വലിയ ഒരു ബഹുമാനം അയാൾക്ക് ഞാൻ കൊടുത്തത്. അതുകൊണ്ടാണ് എന്താ അത്രയും വലിയ സ്വലാത്ത് ഇയാൾ പറയാനുള്ള കാരണം? അത്രയും ദുനിയാവിൽ തന്നെ ഇയാളെ പോലെ സ്വലാത്ത് ചെല്ലുന്ന ആളില്ല എന്ന് പറയാൻ കാരണം എന്താ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ സ്വഹാബി ഈ ചെറുപ്പക്കാരൻ ചെല്ലാറുണ്ട് സ്വലാത്ത്. എന്താ സ്വലാത്ത്? വിമാനങ്ങൾ പറഞ്ഞു കൊടുത്തു, اللهم صل على سيدنا محمد بعدد من صلى عليه وصل على سيدنا محمد بعدد من لم يصل عليه وصل على محمد كما تحب أن يصلى عليه وصل على محمد كما أمرت أن يصلى عليه. ഇത്രയാണ് ഞാൻ ചെല്ലുന്ന സ്ഥലത്ത്. ചെല്ലുന്ന ഇത്രയാണ്. രാവിലെ ചെല്ലും, വൈകുന്നേരം ചെല്ലും. എപ്പോഴും ചെല്ലുകൊണ്ടിരിക്കാനല്ല, ഞാൻ ചെല്ലും. പക്ഷെ ആ സ്വലാത്ത് എന്തായി? ലോകത്തിൽ മറ്റാരും ചെല്ലുന്ന സ്വലാത്തിനേക്കാൾ കൂടിയ സ്വലാത്തായി. എന്തായി അർത്ഥറിയോ? നബിയുടെ സ്വലാത്ത് ചെല്ലുന്നില്ല, സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സ്വലാത്തിന്റെ കൂലി? ഒരു സ്വലാത്ത്. اللهم صل على محمد اللهم صل عليه وسلم. അവിടെ പള്ളിയിലൊക്കെ ചെല്ലുന്ന സ്വലാത്താണ്, വെള്ളിയാഴ്ച ഒരു സ്വലാത്ത് അല്ലേ? اللهم صل على محمد يا رب صل عليه وسلم ഒരു സ്വലാത്ത്. പക്ഷെ ഈ സ്വഹാബിന്റെ ഭയങ്കര ഐഡിയാണ്. ഈ സ്വഹാബി ഈ സ്വലാത്ത് ദലായിലുൽ ഖൈറാത്തിലുള്ള സ്വലാത്താണ്. ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ കിതാബ്, ഈ കിതാബ് ദലായിലുൽ ഖൈറാത്ത് ഇത് മുഴുവൻ സ്വലാത്താണ്. ഓരോ ദിവസങ്ങളിൽ ചെല്ലുന്ന സ്വലാത്ത്. വെള്ളിയാഴ്ചക്ക് വേറെ, വ്യാഴാഴ്ചക്ക് വേറെ, ശനിയാഴ്ചക്ക് വേറെ സ്വലാത്ത് തന്നെയാണ്. അപ്പൊ അയ്യൊക്കെ ഈ മുഴുവൻ സ്വലാത്താണ് ഈ പറഞ്ഞ സ്വലാത്ത്. കാരണം സ്വഹാബത്തും മഹാന്മാരൊക്കെ പറഞ്ഞ സ്വലാത്ത് മുഴുവനും ക്രോഡീകരിച്ച് എഴുതി വെച്ചതാണ്. അപ്പൊ ഈ സ്വഹാബി ചെല്ലുന്ന സ്വലാത്തിന് അർത്ഥം എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പടച്ചോനെ ഹബീബായ തങ്ങളുടെ പേരിൽ നീ സ്വലാത്ത് ചെല്ലണം. എത്ര സ്വലാത്ത് അറിയോ? ഈ ലോകത്ത് എത്ര ആളുകൾ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നു? ഈ ലോകത്ത് എത്ര ആളുകൾ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്? ആ ചെല്ലുന്ന ആളുകളുടെ സംഖ്യ അനുസരിച്ച് നീ സ്വലാത്ത് ചെല്ലണേ പടച്ചോനെ എന്നാണ്. ഒരു സ്വലാത്തിൽ എത്ര സ്വലാത്തായി? ഈ ലോകത്ത് ഇപ്പൊ എത്ര ആളുകൾ? മൊത്തം 700 കോടി ചില്ലാൻ അല്ലെ? ഓൾറെഡി ഇപ്പോ നിലവിൽ 700 കോടി ചില്ലായ ആളുകളാണ് ഇന്ന് ലോകത്തിലുള്ളത്. അപ്പൊ ഈ സ്വാമി ചെല്ലുന്ന സ്വലാത്തെന്നറിയോ? ഈ ലോകത്ത് 700 കോടിയിൽ എത്ര ആൾ സ്വലാത്ത് ചെല്ലുന്നതാണുണ്ട്? എത്ര ആളുണ്ട്? ഏകദേശം ഒരു 3 കോടി വെച്ചു, 3.5 കോടി വെച്ചു. 3.5 കോടിയല്ല, 350 കോടി.
350 കോടിയാണ് സലാത്ത് എന്ന് നാളെ വെച്ചു. എന്നാൽ പഠിച്ചോനെ നീ എത്ര സലാത്ത് ചെല്ലണോ? എത്ര ചെല്ലണോ? 350 കോടി സലാത്ത് ഹബീബായ ഞങ്ങളുടെ പേര് ചെല്ലണേ ഉണ്ടോ? വെച്ചില്ലേ? പടച്ചോനെ ഈ ലോകത്ത് നിന്റെ ഹബീബിന്റെ പേരിൽ എത്ര ആളുകൾ സ്വലാത്ത് ചെല്ലാത്ത ആളുകളുണ്ട്. ആ സ്വലാത്ത് ചെല്ലാത്ത ആളുകളുടെ സംഖ്യ അനുസരിച്ച് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണേ അല്ലാഹ്. ഞമ്മൊരു സ്വലാത്ത് ചൊല്ലല്ല, ഒരു സ്വലാത്ത് അയാൾ ഈ ചെല്ലുമ്പോ എത്ര സ്വലാത്തായി? എത്രയായി? 350 കോടി സലാത്ത് ചെല്ലാത്ത ആളുകൾ കൂടുതലുണ്ടോ? ചെല്ലാത്ത ആളുകൾ കൂടുതലുണ്ടോ? ചിലപ്പോ 400 കോടി വെച്ചോ. 400 കോടി ഒറ്റടിക്ക് ഈ ലോകത്ത് ചെല്ലാത്ത് ചെല്ലുന്ന ആളായി ചെല്ലാത്ത ആളായി ഇതല്ലാത്ത വേണ്ട. ഒന്നെങ്കിൽ ചെല്ലുന്ന ആള്, ഒന്നെങ്കിൽ ചെല്ലാത്ത ആൾ, ഇതല്ലാത്ത വേണ്ട. മൊത്തം ഈ ലോകത്ത് പടച്ചോനെ എത്ര ആളുകളുണ്ടോ അതനുസരിച്ച് നിന്റെ ഹബീബിന്റെ വേണ്ടി സ്വലാത്ത് ചെല്ലണേ. ഹബീബായ തങ്ങളുടെ പേരിൽ എങ്ങനെയാണോ സലാത്ത് ചെല്ലാൻ നീ കൽപ്പിച്ചത്? ഖുർആനിലെ നിങ്ങൾ സ്വലാത്ത് ചെല്ലണേ അല്ലാഹു കൽപ്പിച്ചതാണ്. ആ സലാത്ത് നമ്മൾ ഇപ്പൊ ചെല്ലുന്നുണ്ട്. ഒരാൾ ഇബ്രാഹിമിയ സലാത്ത് മാത്രം ചെല്ലുന്ന ആളുകളുണ്ട്. അത് മാത്രം വേണോ? ആ അതീതിൽ അതേ ഉള്ളൂ. നമുക്കറിയാം കുറെ സലാത്തിന്റെ ഷാഫിമാൻ പഠിപ്പിച്ച പ്രത്യേക സലാത്തുണ്ട്, അബൂഹനീഫ പഠിപ്പിച്ചതുണ്ട്, ഓരോ മഹാന്മാർ പഠിപ്പിച്ചതുണ്ട്. നമ്മളെല്ലാം ചെല്ലാം, എല്ലാം ചെല്ലാം. നമുക്ക് കിട്ടുന്ന എങ്ങനെയൊക്കെ കിട്ടി അതെല്ലാം ചെല്ലാം. അപ്പൊ ഈ സാരി പറയുന്നു, പടച്ചോനെ നിന്റെ ഖുർആൻ നീ പഠിപ്പിച്ചിട്ടുണ്ട് സ്വലാത്തിലല്ല. ആ സ്വലാത്ത് എങ്ങനെയാണ് നിനക്കറിയാലോ? അതുപോലെ അല്ലാഹ് ഹബീബിന്റെ പേരിൽ നീ സ്വലാത്ത് ചെല്ലണേ പടച്ചോനെ. ഇനിയോ എന്നെ അവസാനം പറഞ്ഞു വസല്ലി അലാ മുഹമ്മദിൻ കമാ വസല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു അൻ യുസല്ല അലൈഹി. ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലൽ എങ്ങനെയാണോ നീ ഇഷ്ടപ്പെടുന്നത്, എങ്ങനെയാണോ നീ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തിൽ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണേ അല്ലാഹ്. എല്ലാ മനുഷ്യൻ ആ ചെറുപ്പക്കാരനായ സ്വഹാബി രാവിലെയും വൈകുന്നേരവും അയാളിങ്ങനെ പറയുന്നത് കൊണ്ട് ഹബീബായ തങ്ങളെ അയാൾക്ക് വലിയ സ്ഥാനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇയാളെ പോലെ എന്റെ പേരിൽ ദുനിയാവിൽ തന്നെ സ്വലാത്ത് ചെല്ലുന്ന ആളില്ല. അത്രയും സലാത്താണ്. ഒറ്റടിക്ക് കോടാനുകോടി സലാത്തിന്റെ തവാബ് കോരി വാരിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് അയാളെ ബഹുമാനിച്ചു, അയാളെ ആദരിച്ചു. അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സലാത്ത് ചൊല്ലിയാൽ നേരിട്ട് എത്തിക്കപ്പെടുന്ന രാത്രിയാണ്, പകലാണ് ഇനി വരാനുള്ളത്. അതുകൊണ്ട് ധാരാളമായി സ്വലാത്ത് എങ്ങനെ കഴിയുന്നുണ്ടോ ആ രൂപത്തിലൊക്കെ ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അഅ്മാലുകളും സലാത്തുകളും നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നാം ചെല്ലുന്ന സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിന്റെയും ഉഖറവിയുമായി കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബേജാറുകളും, രോഗങ്ങളും, ബുദ്ധിമുട്ടുകളും, ഇടങ്ങേറുകളും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, കണ്ണേറുകളും, സിഹറുകളും, ചതികളും എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന്, ചെയ്യുന്ന ജോലികളിൽ നിന്ന്, കച്ചവടങ്ങളിൽ നിന്ന്, നമ്മുടെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്നിട്ടും നീ കാക്കണേ റഹ്മാനെ, നീ കാക്കണേ അല്ലാഹ്. സമാധാനമുള്ള, സന്തോഷമുള്ള, റാഹത്തുള്ള, ആഫിയത്തുള്ള, ബറക്കത്തുള്ള, ഐശ്വര്യമുള്ള ജീവിതം ഹബീബായ തങ്ങളുടെ മുഖേന അല്ലാഹുവേ ഞങ്ങൾക്കും പറയപ്പെട്ട ഓരോ ആളുകൾക്കും നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ എപ്പോഴും വാഹനങ്ങളിൽ മറ്റും യാത്ര ചെയ്യുന്ന സാധുക്കളായ ഞങ്ങൾ, നമ്മുടെ നാട്ടുകാർ, കൂട്ടുകാർ, പ്രവാസികളായി അധ്വാനിക്കുന്നവരിൽ പലരും അല്ലാഹു ദൈവന്മാരായി മറ്റും അധ്വാനിക്കുന്നവരാ. എല്ലാവരെയും അപകടങ്ങളിൽ നിന്നിട്ട് കാക്കണേ റഹ്മാനെ. വലിയ പ്രതീക്ഷയോട് അല്ലാഹു നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും ജമാഅത്തിലൊക്കെയും പങ്കെടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി. പടച്ചവൻ അങ്ങനെ ഓരോ ദിവസവും പ്രവാസികളായി ചെറുപ്പക്കാർ യാത്ര പോവുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി പോകുമ്പോ അല്ലാഹുവേ അവരുടെ ആ പ്രതീക്ഷകൾ മുഴുവനും പടച്ചവനെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ സാമ്പത്തികമായ വഴികൾ, അല്ലാഹ് ചെയ്യുന്ന ജോലിയിലൊക്കെയും അതിന്റെ സൗകര്യങ്ങളും അതിന്റെ വഴികളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ ഈ പള്ളിക്ക് സ്ഥലം കൊടുത്തത് മുതൽ ഇന്ന് വരെയായി പല രൂപത്തിൽ ചെറുതും വലുതുമായ സഹായങ്ങൾ, സഹകരണങ്ങൾ ഒക്കെയും ചെയ്തവരാണ്. അത് തരുമ്പോ നമ്മുടെ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് ഓരോരുത്തരും ഏൽപ്പിക്കാനുള്ളത്. ആ കുടുംബങ്ങളിലേക്ക് അതിന്റെ നവാബിനെ എത്തിക്കണേ അല്ലാഹ്. ആ കുടുംബാംഗങ്ങളുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഖബറ് നീ വിശാലമാക്കണേ അല്ലാഹ്. നമ്മുടെ എല്ലാ പള്ളിയുടെ പദ്ധതികൾ മുഴുവനും നീ വൻ വിജയത്തിലാക്കണേ അല്ലാഹ്. അതിന് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ നീ തുറന്നു തരണേ റഹ്മാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ്
ونعم الوكيل نعم المولى ونعم النصير ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير